40 ദിവസം കൊണ്ട് നമ്മളുടെ ആവശ്യം നിറവേറി കിട്ടാനുള്ള ഒരു സൂറത്താണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 40 ദിവസം കൊണ്ട് ആവശ്യം നിറവേറി കിട്ടുക അല്ലേ? എന്താണ് ഈ 40 ദിവസത്തിൻ്റെ കണക്ക്? മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ഈ പറയുന്ന സൂറത്ത് 40 ദിവസം തുടർച്ചയായിട്ട് ഓതുകയാണ് എങ്കിൽ എന്താണോ മനസ്സിൽ കരുതിയത് ആ മുറാദ്, എത്ര വലിയ മുറാദാണെങ്കിലും എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അത് ഖൈറായ രൂപത്തിൽ നടന്നു കിട്ടുന്നതാണ്. ഉറപ്പായും ഖൈറായ രൂപത്തിൽ അത് നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച എന്ന മഹത്തായൊരു സൂറത്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം, പഠിച്ചു വെക്കാം. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആവശ്യങ്ങളൊക്കെ ഒരുപാടുള്ള ആളുകൾ, ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാകണമെന്ന് ഒരുപാട് കാലമായി കൊതിച്ചു നടക്കുന്ന ആളുകൾ ഇൻഷാ അള്ളാഹ് ഇതുകൂടെ ഒന്ന് എന്ത് ചെയ്യാം, ചെയ്തു നോക്കുക, ജീവിതത്തിലൊന്ന് പതിവാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോ മുഴുവൻ കേൾക്കൂലേ? ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്. വീഡിയോ മുഴുവനായി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോടൊപ്പം നമ്മളെയൊക്കെ അള്ളാഹു പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നമ്മുടെ കൽബിലെ മുറാദുകൾ, ഉദ്ദേശങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോട്, സഹോദരിമാരോട്, സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ആ സാധുക്കളായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ഇറക്കണം. അല്ലാഹുവേ, ഈ ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ് എന്ന് നിങ്ങളും കൂടെ ആത്മാർത്ഥമായി ദുആ ഇറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പിന്നെ പലപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ സാധാ ഇന്നത്തെ വീഡിയോ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ കിട്ടിയില്ല, പുതിയ വീഡിയോ ഒന്നും വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നന്മ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പലപ്പോഴും ദുആ വസിയത്തുകൾ ചെയ്യാറുണ്ട്, കമൻറ്റുകളായി രേഖപ്പെടുത്തുന്ന ദുആ വസിയത്തുകളൊക്കെ നമ്മൾ വായിക്കുകയും അതിന് നമ്മുടെ മജ്ലിസുകളിലൊക്കെ പലപ്പോഴും ദുആ ഇറക്കുകയും ചെയ്യാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും റാഹത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയായി കിട്ടാൻ ഒരു 40 ദിവസം നിങ്ങളൊന്ന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ, 40 ദിവസം ഒന്ന് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, കുറഞ്ഞ സമയം മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിലെ വളരെ പവർഫുള്ളായ കേവലം ഒരു 3 പേജ് മാത്രമുള്ള ഒരു സൂറത്ത്, കേവലം ഒരു 3-3.5 പേജോ അത്രേ ഉണ്ടാവുള്ളൂ, അത്രയുള്ളൊരു സൂറത്ത് കൊണ്ട് നമുക്കൊരു 40 ദിവസം പാരായണം ചെയ്ത് നമ്മളുടെ ആവശ്യം നിറവേറി കിട്ടാൻ മതിയാകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. വേറെ സൂറത്തൊന്നുമല്ല, സൂറത്തുൽ ഹശ്റാണ്. ഹശ്ർ സൂറത്ത് നമുക്കറിയാം. ലൗ അൻസൽന, നമ്മൾ കേട്ടിട്ടുണ്ട്, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ് തുടങ്ങിയ ആയത്തുകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ആയത്തുകളൊക്കെയാണ്. അപ്പോൾ ഈ ആയത്തുകൾ ഈ സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ ഭാഗത്താണ്. സൂറത്തുൽ ഹശ്റിൻ്റെ അവസാനത്തെ 4 ആയത്തുകളാണ് ഇത്. നമ്മൾ എപ്പോഴും ഓതുന്ന ലൗ അൻസൽന തുടങ്ങുന്ന ആയത്തുകൾ. ഈ ലൗ അൻസൽന അടങ്ങുന്ന സൂറത്തുൽ ഹശ്ർ ആരെങ്കിലും ഒരാൾ മനസ്സിൽ എന്തെങ്കിലും നല്ലൊരു ഉദ്ദേശം വെച്ച്, ആവശ്യം പൂർത്തിയാകണമെന്ന് ഉദ്ദേശം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടാകണം, തസ്ഹീലുൽ ഉമൂർ, കാര്യങ്ങൾ എളുപ്പമായി കിട്ടണം എന്ന ആഗ്രഹം വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തു ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ആ ഉദ്ദേശിച്ചത് നടപ്പാക്കി കൊടുക്കും. ഞാൻ വെറുതെ പറയുകയല്ല. ലി ഖളാഇൽ ഹവായിജി, ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ തഖ്റഉ സൂറത്തുൽ ഹശ്രി ലി ഖളാഇൽ ഹവായിജി. മഹാന്മാർ പഠിപ്പിച്ചു തരാൻ എന്ത്? നീ സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്യണം നിൻ്റെ ആവശ്യങ്ങൾ നിറവേറി കിട്ടാൻ. വ തസ്ഹീലിൽ ഉമൂരിൽ അദീമ, നിനക്ക് വണ്ണമായ വലിയ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് എളുപ്പമായി കിട്ടണമെന്ന്, അതായത് പ്രയാസമായി നീ കരുതിയിരുന്ന വലിയ സംഭവമായി, അതായത് എനിക്ക് നടന്നു കിട്ടൂല എന്ന്, ഇതൊരിക്കലും റെഡിയാകൂല എന്നൊക്കെ വിചാരിച്ച ചില സംഗതികളുണ്ടല്ലോ, ആ കാര്യങ്ങൾ നിനക്ക് എളുപ്പമായി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സൂറത്തുൽ ഹശ്ർ നീ പാരായണം ചെയ്യണം. ലി മുദ്ദത്തി 40 യൗമൻ, എത്ര ദിവസം? 40 ദിവസം. 40 ദിവസം നീ പാരായണം ചെയ്യണം. കുല്ല യൗമിൻ മറത്തൻ വാഹിദ, 40 ദിവസവും ഓരോ തവണ, അതായത് ദിവസവും ഓരോ തവണ, ഓരോ ദിവസവും ഓരോ തവണ വീതം നീ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. വബിഹ തുഖ്ള ഹാജത്തുൽ മുഹ്താജ്, ആ ഓതിയത് കാരണം, ആരാണോ ഓതിയത് ആ വ്യക്തിയുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. വയസിലു ഇലാ മുബ്തഗാഹ്, അവൻ എന്തിലേക്കാണോ ആഗ്രഹിച്ചത്, എന്തിലേക്കാണോ കൊതിച്ചത് ആ കാര്യത്തിലേക്ക് അവൻ എത്തിച്ചേരുന്നതാണ്. ആ വ്യക്തി എത്തിച്ചേരുന്നതാണ്. അതുപോലെ വയതയസ്സറു അമലു, അവൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
3 കാര്യങ്ങൾ ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ, ഹാജത്തുകൾ പൂർത്തിയായി കിട്ടും. അവൻ ആഗ്രഹിച്ച സംഗതികളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ ഈ 40 ദിവസം ചെയ്യണം, 40 ദിവസം തുടർച്ചയായി ചെയ്യണം. ഇനിയോ ഇദാ ഫാതഹു യൗമുൻ, ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയി, ഏതെങ്കിലും ഒരു ദിവസം ഒഴിവായി, ചെയ്യാൻ പറ്റിയില്ല, 40 ദിവസത്തിനിടയിൽ ഏതെങ്കിലും ഒരു ദിവസം അങ്ങോട്ട് ഒഴിവായി പോയി കഴിഞ്ഞാലോ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ പരിഹാരം കാണണമല്ലോ. ഫല്യബ്ദ മിൻ ജദീദിൻ, ആദ്യം മുതൽ തുടങ്ങണം. അതായത് 40 ദിവസത്തിനിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് ഒഴിവായി പോകാൻ പാടില്ല. അപ്പോൾ ഇത് പതിവായി എന്തെങ്കിലും കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ തുടർച്ചയായി ചെയ്യുമെന്ന ഒരു നല്ലൊരു നിയത്തോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാറുണ്ട്, അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, 40 ദിവസം തുടർച്ചയായിട്ട് ഓതാൻ കഴിഞ്ഞെന്ന് വരില്ല, ഇടയ്ക്ക് ചിലപ്പം മെൻസസ് ആയി കഴിഞ്ഞാൽ എന്താവും, അവരുടെ ഓതൽ മുറിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഒന്നിരിക്കൽ എന്ത് ചെയ്യുക, അവർ ഓതാൻ ആരെങ്കിലും ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് മറ്റേതെങ്കിലും മാർഗം സ്വീകരിക്കാം. അതേ അതിനകത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഓതാൻ ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യുക, മക്കളോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവോ സഹോദരങ്ങളോ ആരെങ്കിലും ഓതാൻ പറ്റുന്നവരുണ്ട് എങ്കിൽ ആ ആവശ്യം പറഞ്ഞുകൊണ്ട് ഇന്ന ആവശ്യത്തിന് വേണ്ടി ഞാൻ ഓതിയിരുന്നതാണ്, അപ്പോൾ അത്രയും ദിവസം നിങ്ങൾക്ക് ഓതാൻ പറ്റാത്ത ദിവസങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ആ ദിവസം എന്ത് ചെയ്യുക, ഏൽപ്പിക്കാവുന്നതാണ്. ആ മുറാദും പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊണ്ട് ഓദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റെന്തെങ്കിലും കണ്ടിന്യൂ ആയി ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വിഷയം, ദിക്റോ ദുആയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യം നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരുമാറാട്ടെ. ഈ ഒരു സംഗതിയെ അക്സറുൽ ഉലമാ എന്ത് ചെയ്തിട്ടുണ്ട്, മുജറബാത്ത്, അതായത് ചെയ്താൽ ഉറപ്പായും ഫലം കിട്ടുമെന്നതിൽ എണ്ണപ്പെട്ടതായി കാണാൻ കഴിയും. ചെയ്താൽ ഉറപ്പായി. അപ്പോൾ നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന ആയത്തുകളാണ് ഈ ചെറിയൊരു സൂറത്താണ്, 3.5 പേജ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും. യാസീൻ ഓതുന്ന അത്ര തന്നെ സമയം ഉണ്ടാവില്ല. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഒരു തബാറക്ക സൂറത്തിൻ്റെ കൂടെ ഒരു പേജും കൂടെ ഓതുന്ന ഒരു വലിപ്പം, അത്രേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ 28ാമത്തെ ജുസ്ഇലെ സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. അപ്പോൾ ആരെങ്കിലും ഒരാൾ നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് അതൊക്കെ ഓതുകയാണെങ്കിൽ അവരുടെ കാര്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കുമെന്ന ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ. മഹത്തായ സൂറത്തിന് ഒരുപാട് പോരിശകൾ മഹാന്മാർ പറയുന്നുണ്ട്. എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് അമല് മാത്രം പറഞ്ഞു തന്നതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ആരുടെയെങ്കിലുമൊക്കെ ഒരു കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും അതിനൊരു സബബായ അള്ളാഹിൻ്റെ അടുക്കൽ വലിയ കൂലി നമുക്ക് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആളുകളിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. കമൻറ്റുകൾ രേഖപ്പെടുത്തുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും അവൻ പൊരുത്തപ്പെടുത്താൻ അവലായി സ്വീകരിക്കട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.